ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും പഠനത്തിനായി എത്തിയ 500-ലധികം കുട്ടികളെ പോലീസ് തടഞ്ഞിരുന്നു. രേഖകൾ ഇല്ലെന്ന് പറഞ്ഞ് 100-ലധികം കുട്ടികളെ ഇപ്പോഴും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ നിരീക്ഷണത്തിൽ പാലക്കാട്ടെ ഓർഫനേജുകളിൽ താമസിപ്പിച്ചിരിക്കുകയാണ്. തങ്ങളുടെ മക്കളെ തേടി 17 രക്ഷിതാക്കളാണ് പാലക്കാട്ടെത്തിയത്. മക്കളുടെ മികച്ച പഠനത്തിനായി തങ്ങളാണ് മക്കളെ കേരളത്തിലേക്ക് അയച്ചതെന്ന് ഇവർ പറയുന്നു. हमको बताया कि वहाँ अच्छी ढंग की पढ़ाई होती है, तो इसीलिए हम लोगों ने उनको बच्चे दिए कि पढ़े मेरा बच्चा अच्छा से. രക്ഷിതാക്കൾക്ക് പണം നൽകിയാണ് കുട്ടികളെ കൊണ്ടുവന്നതെന്ന വാദങ്ങൾക്കെതിരാണ് ഇവരുടെ വാക്കുകൾ. ഒരു കുട്ടിയുടെ പഠനത്തിനായി 1500 രൂപയാണ് രക്ഷിതാക്കൾ ചെലവാക്കുന്നത്. പഠനത്തിനായി നാട്ടിൽ പരിമിതമായ സൗകര്യങ്ങളാണുള്ളതെന്നും അതുകൊണ്ടാണ് മക്കളെ കേരളത്തിലേക്ക് അയച്ചതെന്നും ഇവർ പറയുന്നു. स्कूल हम लोगों का दूर पड़ता है, गांव ग्राम में भी छोटा मोटा है स्कूल, लेकिन पढ़ाई उतना फाइन नहीं होता है. और नीचे जो पढ़ा देते हैं तो फिर 8वीं क्लास से जो आगे ओवर जाता है, फिर मैनेजमेंट में नहीं कर पाता हूँ उसका खर्च. इसलिए सोचा कि वहाँ चला जाएगा तो सब तो वहाँ गवर्नमेंट ही खर्चा देता है, तो पढ़ने की सुविधा हो जाएगी, तो आगे बच्चे निकल जाएंगे. മക്കളെ തങ്ങൾ ആഗ്രഹിച്ചതുപോലെ കേരളത്തിൽ പഠിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യമെന്നാൽ നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്നും രക്ഷിതാക്കൾ പറയുന്നു. മുഴുവൻ രേഖകളും കൊണ്ടാണ് ഇവർ പാലക്കാട്ടെത്തിയിരിക്കുന്നത്. അതേസമയം ഉത്തരേന്ത്യയിൽ ഇവർ താമസിക്കുന്ന പ്രദേശങ്ങളിലെ ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും അവർ എത്തിയതിനു ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. മീഡിയ 1 പാലക്കാട്.